Next, nerve impulse propagation. This question we already പറഞ്ഞു. Explain the mechanism of impulse propagation along a non-myelinated neuron and transmission of impulse through a chemical synapse. Explain the transmission of nerve impulse. Nerve impulse transmission. What is action potential? Define action potential. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസാണ് ഈ ചാപ്റ്ററിൽ ഈ ഒരു പോർഷനിൽ നിന്ന് വരുന്നത്. നമുക്കതിന് ഡീറ്റെയിൽ ആയിട്ട് പോവാം. ഇപ്പോൾ നെർവ് ഇമ്പൾസ് പ്രൊപ്പഗേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ചില വേർഡ്സ് നമ്മൾ ഫെമിലിയർ ആയിരിക്കണം. അതിലൊന്നാണ് സ്റ്റിമുലസ് എന്ന് പറയുന്നത്. സ്റ്റിമുലസ്, വാട്ട് ഈസ് എ സ്റ്റിമുലസ്? എ സ്റ്റിമുലസ് ഈസ് എ ഫോഴ്സ് ദാറ്റ് എക്സൈറ്റ്സ് എ ന്യൂറോൺ. ഓക്കെ, the force which excites a neuron is called a stimulus. The force which excites a neuron is called stimulus. അത് ഏതൊക്കെ വിധത്തിലാവാം? പല വിധത്തിലുള്ള സ്റ്റിമുലസ് ഉണ്ട്. The stimulus may be electrical stimulus, chemical or mechanical stimulus. Example for electrical stimulus, any type of electricity, കറണ്ട്, ഇതിനെ നമ്മൾ ഇലക്ട്രിക്കൽ സ്റ്റിമുലസ് എന്ന് വിളിക്കാം. കെമിക്കൽ നമുക്കറിയാം, അസറ്റിൽ കൊളിൻ പോലുള്ള കെമിക്കൽ ഉണ്ടാക്കുന്ന സ്റ്റിമുലസ് ആണ്. മെക്കാനിക്കൽ, ഇപ്പോൾ പ്രഷർ, ടച്ച്, ഇതൊക്കെ എന്താണ്? മെക്കാനിക്കൽ സ്റ്റിമുലസ് ആണ്. നെക്സ്റ്റ് വേർഡ് ഈസ് ഇമ്പൾസ്. വാട്ട് ഡു യു മീൻ ബൈ ഇമ്പൾസ്? ഇമ്പൾസ് ഈസ് എ മെസ്സേജ് generated in response to a stimulus in a neuron and transmitted along it. A message generated in response to a stimulus in a neuron. അപ്പോൾ ഇമ്പൾസ് മീൻ ഇറ്റ് ഈസ് ദി റെസ്പോൺസ് ഓഫ് എ സ്റ്റിമുലസ്. സ്റ്റിമുലസിൻ്റെ റെസ്പോൺസിനെയാണ് നമ്മൾ ഇമ്പൾസ് എന്ന് വിളിക്കുന്നത്. സ്റ്റിമുലസിൻ്റെ റെസ്പോൺസ് ഒരു ന്യൂറോണിൽ ജനറേറ്റ് ചെയ്യുന്നതാണ് അതിൻ്റെ ഇമ്പൾസ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് വേർഡ് ആക്ഷൻ പൊട്ടൻഷ്യൽ. ആക്ഷൻ പൊട്ടൻഷ്യൽ നമ്മൾ മസിലിൽ പഠിച്ചതാണ്. ആക്ഷൻ പൊട്ടൻഷ്യൽ. ആക്ഷൻ പൊട്ടൻഷ്യൽസ് ആർ വേവ്സ് ഓഫ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ദാറ്റ് പാസ് അലോങ് ന്യൂറോൺസ്. Okay, so action potentials are waves of electrical activity. This is actually an electrical current, electrical activity produced in a neuron and pass along the neurons. Okay, action potential എവിടെ ജനറേറ്റ് ചെയ്യുക? ആക്ഷൻ ഹിലോക്കിലാണ് ജനറേറ്റ് ചെയ്യുക. പിന്നെ നോട്ട്സ് ഓഫ് റാൻവിയറിൽ ജനറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇതുണ്ട്. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടു. ന്യൂറോൺസ് വർക്ക് ബൈ ദ ജനറേഷൻ ആൻഡ് കണ്ടക്ഷൻ ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ. Okay, neurons work by generation and conduction of action potential. This occurs because the membrane of neuron is electrically unstable and dynamic. The condition of neuron membrane, the electrical condition of neuron membrane will be changed according to the situation. Okay, so that is the potential difference that exists across the neuronal cell membrane can transiently change. Okay, അതെങ്ങനെ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. സാഹചര്യങ്ങൾക്കനുസരിച്ച് പോസിറ്റീവ് ചാർജോ നെഗറ്റീവ് ചാർജോ ആയിട്ട് മാറുന്ന ഒരു മെംബ്രെയിനാണുള്ളത്. ഓക്കെ, സോ അതുകൊണ്ട് അത് പോളറൈസ്ഡ് സ്റ്റേറ്റിലേക്കോ ഡീപോളറൈസ്ഡ് സ്റ്റേറ്റിലേക്കോ ഒക്കെ കൺവേർട്ട് ചെയ്യാം. വളരെ ഫാസ്റ്റായിട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. എന്താണ് പോളറൈസ്ഡ് ഡീപോളറൈസ്ഡ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നമ്മൾ ഈ ചാപ്റ്ററിൽ വരുന്നുണ്ട്. സോ പോളറൈസേഷൻ, ഡീപോളറൈസേഷൻ, റീപോളറൈസേഷൻ, ഹൈപ്പർ പോളറൈസേഷൻ, ഈ വേർഡുകൾക്ക് മുമ്പ് നമ്മൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ. നമ്മളിപ്പോൾ ഈ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ, ഒരു മെംബ്രെയിൻ പൊട്ടൻഷ്യലിൻ്റെ കാര്യം നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനും മുമ്പ്, സ്റ്റിമുലസിന് മുമ്പ്, ഇമ്പൾസിന് മുമ്പ്, ആക്ഷൻ പൊട്ടൻഷ്യലിന് മുമ്പ് സെൽ മെംബ്രെയിന് ഒരു പെർട്ടിക്കുലർ പൊട്ടൻഷ്യൽ ഉണ്ട്. ഓക്കെ, സെൽ ഓൾവേസ് മെയിൻറ്റെയിൻസ് ദാറ്റ് പെർട്ടിക്കുലർ പൊട്ടൻഷ്യൽ അറ്റ് റെസ്റ്റ്. ഓക്കെ, അതിനെ വിളിക്കുന്ന പേരാണ് ദ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ. ദ നോർമൽ ന്യൂറോൺസ് ഹാവ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ മെംബ്രെയിൻ. നോർമൽ ന്യൂറോൺസ് ഹാവ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് or voltage across the membrane. That potential difference is called resting membrane potential. Okay, so membrane potential at rest is called resting membrane potential. Its theoretical value is approximately minus 90 millivolt and experimentally calculated value is minus 75 millivolt. എന്താ ഡിഫറൻസ് അറിയാം? തിയററ്റിക്കൽ വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന അയോൺസ് അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇത്ര ചാർജ് ഉണ്ടാവും, ആ ചാർജ് ഇത്രയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തിയററ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്യുന്ന വാല്യൂ ആണ് minus 90. എക്സ്പെരിമെൻ്റലി കാൽക്കുലേറ്റഡ് വാല്യൂ എന്ന് പറയുമ്പോൾ എന്താ? അത് നമ്മൾ അതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ചിട്ട് കൃത്യമായിട്ട് നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് minus 75. അപ്പോൾ ഒരു -50 അതോടെ മിസ്സിംഗ് ആണ് എക്സ്പെരിമെൻ്റലി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ.
So resting membrane potential approximate value, theoretical value is minus 90 millivolt. Okay, so how a cell membrane maintains this resting membrane potential? Okay, it has an approximate value. Always it maintains that value when the cell membrane is at rest. Okay, how it maintains that particular membrane potential, that negative minus 90 millivolt membrane potential. So we are going to discuss next. So there are three important mechanisms. There are three important mechanisms which contribute to the existence of membrane potential. There are three important mechanisms. The first one it is the fixed anions. Fixed anions. Anions, we know that it's a negatively charged ions. Negatively charged ions. We can classify ions into two. One is anion and cation. Anion means attracted by anode. So it is negatively charged and cations are positively charged. So fixed anion, presence of fixed anion gives a total negative membrane potential. Minus 90 millivoltine ഒരു നെഗറ്റീവ് ചാർജ് കൊടുക്കുന്നതിൽ ഒരു പങ്ക് എന്ന് പറയുന്നത് ഈ ഫിക്സ്ഡ് ആനയോൺസ് ആണ്. Molecules carry net negative charges. Example for these fixed anions are proteins, carbohydrates and nucleic acids. Okay, proteins, carbohydrates and nucleic acids. Okay, they are too large to diffuse out fixed anions. They are very big molecules. Actually, in fact, these protein, carbohydrates and nucleic acids are very big molecules, so they cannot escape from the nucleus, from the cytoplasm. Okay, so they remains there. They cannot move from one cell to another. They cannot escape into the extracellular matrix. Okay, അതുകൊണ്ട് അവർ അവിടെ തന്നെ ഉണ്ട്. They permanently present in the cytoplasm. And all these molecules like proteins, carbohydrates, nucleic acid all have a negative charge. Okay, all these molecules carry negative charge. So ഈ മോളിക്യൂൾസ് ഒക്കെ സെൽ സൈറ്റോപ്ലാസ്റ്റിൽ കാണുന്ന സമയത്ത് all these molecules provide a net negative charge, net negative potential to the cell. The second one is ion leak channels. Ion leak channels. What do you mean by ion leak channels? These are the channels present on the membrane that allow molecules, that allow leakage of ions. Not molecules, that allow leakage of ions like sodium, potassium. Okay, so they allow constant flow of specific ion by facilitated diffusion. They allow constant flow of specific ions by facilitated diffusion. So some of the molecules move constantly into and out of the cell. For example, the cell membrane contains a lot of K plus and Na plus leak channels. Okay, രണ്ട് ഇമ്പോർട്ടൻറ്റ് മോളിക്യൂൾസ് അയോൺസ് ആണ് കെ പ്ലസും എൻ എ പ്ലസും. ഏതിൽ? ഈ പറഞ്ഞ മെംബ്രെയിൻ പൊട്ടൻഷ്യലിലും അതുപോലെ തന്നെ ഈ നെർവ് ഇമ്പൾസ് ട്രാൻസ്മിഷനിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റോളുള്ള രണ്ടാൾക്കാരാണ് സോഡിയം, പൊട്ടാസ്യം. സോ വി ക്യാൻ സീ എ ലോട്ട് ഓഫ് sodium, potassium ion channels on the membrane. In cell membrane, K plus leak channels are more numerous than Na plus leak channels. It's clear. Number of K plus leak channels are very high compared to Na plus leak channels. Therefore, more K plus diffuse out of the cell than Na plus ion which diffuse into the cell. So, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, we can see two different ions. One is K plus and the second one is Na plus. Both have positive charge, a single positive charge. Okay, so but the movement of diffusion of K plus is it diffuse out of the cell. Okay, and Na plus enter into the cell. It diffuses into the cell. So അതിൻ്റെ ഫ്ലോ വ്യത്യാസമുണ്ട്. കെ പ്ലസ് പുറത്തേക്ക് പോകുന്നു, Na പ്ലസ് അകത്തേക്ക് കയറുന്നു. ഓക്കെ, കെ പ്ലസ് പുറത്തേക്ക് പോകുന്നു, Na പ്ലസ് അകത്തേക്ക് കയറുന്നു. So the ratio of potassium ion from inside to outside is high. That is 35:1. The ratio of potassium ions from inside to outside is high. So inside the ratio of potassium, concentration of potassium
35 ആണെങ്കിൽ ഔട്ട്സൈഡ് എത്രയായിരിക്കും? അത് 1 ആയിരിക്കും. അപ്പോൾ 1 കെ പ്ലസ് അയോണിന് 35 കെ പ്ലസ് അയോൺ എവിടെ ഉണ്ടായിരിക്കും? ഇതിൻ്റെ സെല്ലിൻ്റെ ഉള്ളിലുണ്ടായിരിക്കും. ക്ലിയർ അല്ലേ? സോ റേഷ്യോ ഓഫ് പൊട്ടാസ്യം അയോൺ ഫ്രം ഇൻസൈഡ് ടു ഔട്ട്സൈഡ് ഈസ് ഹൈ if the concentration is 1. If one molecule is present outside, we can see 35 ions inside. Okay, it is a ratio 35:1. Inside 35, outside 1. Okay, so from this ratio it is clear that the concentration of potassium ions is very high inside. Concentration of potassium ion is very high inside. So normally there is a tendency, what will happen? Potassium moves outward. Okay, potassium diffuses out of the cell because the concentration of potassium is very high inside. But in the case of sodium, the ratio is 1:10. Sodium ion inside to outside ratio is 1:10. For 1 sodium ion there will be 10 sodium, for 1 sodium ion inside there will be outside 10 sodium ions. Okay, so 1:10 ratio. So from this ratio can predict that the concentration of sodium is high outside. So there will be a chance for passive movement of sodium from outside to inside. That's why a diffusion of potassium is from inside to outside and the diffusion of sodium is from outside to inside. Okay, അപ്പോൾ ലീക്കേജ് ചാനലുണ്ട്, സോഡിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും ലീക്കേജ് ചാനലുണ്ട്. ത്രൂ ദിസ് ലീക്കേജ് ചാനൽ ലീക്കേജ് ഓഫ് സോഡിയം ആൻഡ് പൊട്ടാസ്യം ടേക്ക് പ്ലേസ്. ലീക്കേജ് എന്ന് പറയുമ്പോൾ വിതൗട്ട് യൂസിങ് എനർജി, ഇറ്റ്സ് എ പാസീവ് മൂവ്മെൻറ്റ്, ഇറ്റ്സ് എ ഡിഫ്യൂഷൻ, ബട്ട് with the help of some carrier molecule. That's why it is called facilitated diffusion. Through facilitated diffusion, potassium move out of the cell, diffuse out of the cell, and Na plus enter into the cell. Okay, so these factors, then what will happen? The flow of potassium is higher than sodium. Okay, more and more amount of potassium enter into this cell. So more and more potassium move out of the cell. Okay, diffuse out of the cell. So number compare ചെയ്യുന്ന സമയത്ത് the number of potassium will be high. The number of potassium which enter into the cell will be very high compared to the number of sodium which leave the cell. Okay, so the net result will be the production of increasing of negative charge. കൂടുതൽ പൊട്ടാസ്യം പുറത്തേക്ക് പോകുന്നു, അതിന് അനുപാതികമായിട്ടുള്ള സോഡിയം ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുന്നില്ല. പൊട്ടാസ്യത്തിന് 35:1 റേഷ്യോ ആണ്, ഇവിടെ 1:10 റേഷ്യോ ആണ്. അപ്പോൾ ലീക്കേജ് ചാനൽ ഈക്വൽ നമ്പർ ആണെങ്കിൽ തന്നെ പൊട്ടാസ്യം തന്നെയാണ് കൂടുതൽ പുറത്തേക്ക് പോകുക, കാരണം പൊട്ടാസ്യത്തിൻ്റെ കോൺസെൻട്രേഷൻ വളരെ കൂടുതലാണ് ആരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, സോഡിയമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. സോ മോർ എമൗണ്ട് ഓഫ് പൊട്ടാസ്യം move out of the cell, diffuse out of the cell. So the negative charge in the cell increases, inside the cell increases. These factors interact with each other to generate an internal membrane potential of about -86 millivolt. All these reaction together contribute a -86 millivolt. So -86 millivolt പ്രൊഡ്യൂസ് ചെയ്യാൻ ഈ അയോൺ ലീക്ക് ചാനൽ, സോഡിയത്തിന് പൊട്ടാസ്യത്തിന് അയോൺ ലീക്ക് ചാനൽ ക്ലിയർ ആണ്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? സോഡിയം പൊട്ടാസ്യം അയോൺ ലീക്ക് ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസീവ് ഡിഫ്യൂഷനാണ്. ഈ പാസീവ് ഡിഫ്യൂഷൻ വരണമെന്നുണ്ടെങ്കിൽ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനാണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കരിയർ പ്രോട്ടീൻ. സോ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനാണ്. ഈ പാസീവ് ഡിഫ്യൂഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എനർജി വേണ്ട. അപ്പോൾ അവിടെ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റെ ഡിഫറൻസ് അനുസരിച്ചാണ് ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. അങ്ങനെ ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ പൊട്ടാസ്യം പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കോൺസെൻട്രേഷൻ പൊട്ടാസ്യത്തിൻ്റെ എവിടെയായിരിക്കും കൂടുതലുണ്ടാവുക? ഇൻസൈഡ് ആയിരിക്കും കൂടുതലുണ്ടാവുക. അപ്പോൾ അവിടെ 35 അതിനെ കമ്പയർ ചെയ്ത് ഔട്ട്സൈഡ് എത്രയുള്ളത്? 1 മാത്രമേ ഉള്ളത്. ഇനി സോഡിയത്തിൻ്റെ കേസ് പറയുന്നുണ്ടെങ്കിൽ സോഡിയം ഔട്ട്സൈഡ് ടു ഇൻസൈഡ് ആണ് ഫ്ലോ, അതിൻ്റെ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കോൺസെൻട്രേഷൻ എവിടെയായിരിക്കും കൂടുതലുണ്ടാവുക? പുറത്തായിരിക്കും കൂടുതലുണ്ടാവുക. പക്ഷേ
1:10 റേഷ്യോ. അതായത് 35 പൊട്ടാസ്യത്തിൻ്റെ സ്ഥാനത്ത് ഇവിടെ 10 പൊട്ടാസ്യമാണ് പുറത്തുനിന്ന് അകത്തേക്ക് വരുന്ന ആ ഒരു റേഷ്യോയിൽ വരുന്നത്. മറ്റേത് 35:1 സോ അവിടെ ഒരു കൂടുതൽ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻസ് ഉള്ളത് പൊട്ടാസ്യത്തിൻ്റെ കേസായതുകൊണ്ട് കൂടുതൽ ഡിഫ്യൂഷനും കൂടുതൽ ലീക്കിങ്ങും നടക്കുന്നത് പൊട്ടാസ്യത്തിൻ്റെ കേസാണ്. അപ്പോൾ പൊട്ടാസ്യം കൂടുതലായിട്ട് പുറത്തേക്ക് പോകുമ്പോൾ അവിടെ എന്ത് കിട്ടും? ടോട്ടലായിട്ട് നെഗറ്റീവ് ചാർജ് ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ഓൾമോസ്റ്റ് ഒരു -86 മില്ലി വോൾട്ട് കൊടുക്കുന്നുണ്ട്. അയോൺ ലീക്ക് ചാനൽ ഒരു -86 മില്ലി വോൾട്ട് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് Na+K+ പമ്പ്. സോ ഫസ്റ്റ് ആൾ ഫിക്സ്ഡ് ആനയോൺ, സെക്കൻഡ് വൺ ഈസ് അയോൺ ലീക്ക് ചാനൽ, ആൻഡ് ദ തേർഡ് important category is Na+K+ pump, which provide negative charge, net negative charge. Okay, so Na+K+ ATPase which transport Na+ out of the cell and K+ into the cell at the cost of ATP hydrolysis. Here this is not a passive reaction. This reaction take place by using energy. Okay, by consuming energy. So a pump is highly active here. That pump is called Na+K+ ATPase pump. Na+K+ pump. In short, it is Na+K+ pump. So Na+K+ ATPase. What do you mean by ATPase? ATPase means ATP hydrolyzing enzyme. It has an intrinsic ATPase activity. That means it can cleave ATP into its smaller product like ADP and AMP. Okay, so ATPase here, ATP hydrolyze ATPase hydrolyze ATP into ADP and PI, inorganic phosphate. So it has a capacity for ATP hydrolysis. So for each molecule of ATP hydrolyzed, this ATP hydrolysis reaction is seen associated with sodium and potassium transport. So using energy, because the flow is opposite to the concentration gradient. The diffusion of sodium and potassium are opposite to the concentration gradient. അതുകൊണ്ടാണ് ഇവിടെ എനർജി യൂസ് ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, സോ ഫോർ ഈച്ച് മോളിക്യൂൾ ഓഫ് ATP hydrolyzed, 3 Na+ are transported out of and 2 K+ are transported into the cell. നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചത്, നമ്മൾ മനസ്സിലാക്കിയത് എന്താ? സോഡിയം പുറത്തേക്ക് പോകുന്നു എന്നല്ല നമ്മൾ പഠിച്ചത്, സോഡിയം ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുന്നു. കാരണം സോഡിയത്തിൻ്റെ കോൺസെൻട്രേഷൻ പുറത്ത് കൂടുതലാണ്. ഓക്കെ, പൊട്ടാസ്യം പുറത്തേക്ക് പോകുന്നു കാരണം പൊട്ടാസ്യത്തിൻ്റെ കോൺസെൻട്രേഷൻ അകത്ത് കൂടുതലാണ്. ഇൻസൈഡ് ദ സെൽ ദ കോൺസെൻട്രേഷൻ ഓഫ് പൊട്ടാസ്യം ഈസ് ഹൈ, 35:1 മറക്കരുത്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താ? ഇവിടെ എഗെയിൻസ്റ്റ് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ ഓൾറെഡി പൊട്ടാസ്യത്തിൻ്റെ കോൺസെൻട്രേഷൻ എവിടെ കൂടുതലാണ്? സെല്ലിൻ്റെ ഉള്ളിലേക്ക് കൂടുതലാണ്. ആ കൂടിയ ഭാഗത്തേക്ക് വീണ്ടും പൊട്ടാസ്യത്തിനെ നിർബന്ധിച്ച് തള്ളിക്കയറ്റുന്നു യൂസിങ് എ പമ്പ്. ATP ഹൈഡ്രോളൈസ് ചെയ്ത ആ എനർജി ഉപയോഗിച്ച് പൊട്ടാസ്യത്തിനെ ഉള്ളിലേക്ക് തള്ളിക്കയറ്റുന്നു. സോഡിയത്തിൻ്റെ കോൺസെൻട്രേഷൻ പുറത്ത് കൂടുതലാണ്. ആ കൂടുതലുള്ള ഭാഗത്തേക്ക് വീണ്ടും സോഡിയത്തിനെ പറഞ്ഞയക്കുന്നു. ഓക്കെ, 3 Na+ ആർ ട്രാൻസ്പോർട്ടഡ് ഔട്ട് ഓഫ് ദ സെൽ. ഓക്കെ, പക്ഷെ അവിടെ ആ ട്രാൻസ്പോർട്ടേഷനിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താ? ഈക്വൽ ട്രാൻസ്പോർട്ടേഷൻ അല്ല. 3 സോഡിയത്തിന് 2 പൊട്ടാസ്യമാണ് ഉള്ളിലേക്ക് വരുന്നത്. ഓക്കെ, 3 Na+ ആർ ട്രാൻസ്പോർട്ടഡ് ഔട്ട് ഓഫ് ആൻഡ് 2 K+ ആർ ട്രാൻസ്പോർട്ടഡ് ഇൻ ടു ദി സെൽ. 3 സോഡിയം പുറത്തേക്ക് പോകുമ്പോൾ 2 പൊട്ടാസ്യം മാത്രമേ ഉള്ളിലേക്ക് വരുന്നുള്ളൂ. നേരത്തെ പറഞ്ഞു ഒരുപാട് പൊട്ടാസ്യം പുറത്തേക്ക് പോകുന്നുണ്ട് അല്ലേ, അതുകൊണ്ടാണ് നെഗറ്റീവ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ ഉള്ളിലേക്ക് വരുന്നത് 2 പൊട്ടാസ്യം ഉള്ളിലേക്ക് എനർജി ഉപയോഗിച്ച് വരുമ്പോൾ 3 സോഡിയം പുറത്തേക്ക് പോകുന്നു. അപ്പോൾ നെറ്റ് ചാർജ് എന്ത് സംഭവിക്കും? അവിടെ ഒരു മൈനസ് ചാർജാണ് ഉണ്ടാവുന്നത്. കാരണം 3 sodium ions go out of the cell and only 2 K+ enter into the cell. So totally there is a reduction of 1 positive charge inside the cell. Okay, so because the pump produces a net transport of charge across the membrane, it is called electrogenic pump. So negative charge increases inside the cell after this transportation, after this pumping. Negative charge increases because the pump produces a net transport of charge across the membrane. It is called electrogenic pump. So the sodium pump -40 millivolt, or sodium pump gives -40 millivolt to the membrane potential. Okay,
സോഡിയം പൊട്ടാസ്യം ATPase പമ്പ് എന്ത് ചെയ്യും, -40 മില്ലി വോൾട്ടാണ് കൊടുക്കുന്നത്. നേരത്തെ നമ്മൾ പഠിച്ചപ്പോൾ ആ ഒരു ഓൾറെഡി അവിടെയുള്ള പൊട്ടൻഷ്യലും പ്ലസ് പ്രോട്ടീൻ്റെയും മോളിക്യൂൾസിൻ്റെയൊക്കെയുള്ള ഓൾറെഡി അവിടെയുള്ള ആ ഒരു നെഗറ്റീവ് ചാർജ് പ്ലസ് ഏതാ നമ്മുടെ സോഡിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും ലീക്കേജ് ചാനൽ വഴിയായിട്ടുണ്ടാകുന്ന എല്ലാം കൂട്ടിയിട്ട് -86 ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഈ -4 കൂടി ആകുമ്പോൾ ടോട്ടൽ എത്രയായി, -90 മില്ലി വോൾട്ട് ആയി. ഇപ്പോൾ -90 മില്ലി വോൾട്ട്. അതിന് ടോട്ടലായിട്ട് നമ്മൾ പറഞ്ഞതൊന്ന് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണ്. ദ ഇൻറ്റീരിയർ ഓഫ് ദ സെൽ ഓൾസോ കണ്ടെയ്ൻസ് ആനയോൺസ് സച്ച് ആസ് പ്രോട്ടീൻസ്, ഫോസ്ഫേറ്റ് ആൻഡ് സൾഫേറ്റ്സ്. ദീസ് ആനയോൺസ് ആർ നെഗറ്റീവ്ലി ചാർജ്ഡ് ആൻഡ് ഹെൻസ് കൗണ്ടർ ബാലൻസ് ദ പോസിറ്റീവ്ലി ചാർജ്ഡ് പൊട്ടാസ്യം അയോൺസ് ഇൻ ദ ഇൻറ്റീരിയർ ആൻഡ് ദെയർബൈ contributing to the electronegativity of the interior. With all these forces operative at the same time, the net membrane potential is about 90 millivolt, -90 millivolt. ഓക്കെ, ഇവരെല്ലാവരും കൂടിയിട്ട് ഈ പറഞ്ഞ നെഗറ്റീവ്ലി ചാർജ്ഡ് മോളിക്യൂൾസ്, ദെൻ നമ്മൾ കണ്ട സോഡിയം പൊട്ടാസ്യം ലീക്കേജ് ചാനൽ, ദെൻ തേർഡ് കാറ്റഗറി എന്തായിരുന്നു, സോഡിയം പൊട്ടാസ്യം പമ്പ്. സോഡിയം പൊട്ടാസ്യം ലീക്കേജ് ചാനലിൽ എന്താണോ ചെയ്യുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സോഡിയം പൊട്ടാസ്യം പമ്പ് ചെയ്യുന്നത് കേട്ടോ. സോഡിയം പൊട്ടാസ്യം ലീക്കേജ് ചാനലിൽ പൊട്ടാസ്യം പുറത്തേക്ക് പോകുന്നു, മാക്സിമം എമൗണ്ട് പൊട്ടാസ്യം പുറത്തേക്ക് പോകുന്നു. സോഡിയം അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറഞ്ഞ അളവിൽ സോഡിയം ഉള്ളിലേക്ക് വരുന്നു, അവിടെ ഒരു നെഗറ്റീവ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. So, in a resting neuron, the cell membrane is therefore said to be polarized state with a strong negative membrane potential. -90 millivolt എന്ന് പറയുന്ന ഒരു സ്ട്രോങ് നെഗറ്റീവ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ഉണ്ടാകുന്നു. ഈ 3 ഫാക്ടറും കൂടി ചേർന്നിട്ട് ഒരു നെറ്റ് ഒരു -90 millivolt മെംബ്രെയിൻ പൊട്ടൻഷ്യൽ തിയററ്റിക്കലി പ്രൊഡ്യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ്, ദ ആക്ഷൻ പൊട്ടൻഷ്യൽ. When an adequate strength of stimulus is applied, the resting potential develops into an action potential. നമ്മൾ ഓൾറെഡി അറിയാം ആക്ഷൻ പൊട്ടൻഷ്യൽ എന്താണ്. ഓക്കെ, സോ each action potential begins with a sudden change from the normal resting negative membrane potential to a positive potential and ends with an almost equally rapid reversion of the negative potential. Okay, so normally the resting state, the membrane potential is -90 millivolt. It's a negative membrane potential. But when a stimulus comes, that produces an impulse and that generate a potential difference. Okay, sometimes that may cause reversal of polarity. Okay, so there will be a sudden change from the normal resting negative membrane potential to a positive potential if the stimulus is strong enough to produce an action potential. Okay, such type of stimulus is called threshold level stimulus. That ends with an almost equally rapid reversion to the negative potential. If the stimulus is strong enough to generate an action potential, that may cause reversal of polarity from negative potential to positive potential. നമ്മൾ എങ്ങനെ നെഗറ്റീവ് പൊട്ടൻഷ്യൽ എന്ന് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇനി അത് എങ്ങനെയാണ് അത് പോസിറ്റീവ് പൊട്ടൻഷ്യലായിട്ട് പോകുന്നത് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. നെക്സ്റ്റ്, ഈ പോസിറ്റീവ് പൊട്ടൻഷ്യൽ ആവുന്നത് ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്താലാണ്. ദിസ് ആക്ഷൻ പൊട്ടൻഷ്യൽ ഹാസ് 2 main phases. An action potential has 2 main phases called depolarization and repolarization. Action potential has 2 main phases called depolarization and repolarization. What is the meaning of depolarization? Depolarization means the reversal of polarity from negative potential to positive potential. That condition is called depolarization. Neurons, being excitable cells, can detect a stimulus and respond by altering membrane potential a little. When a stimulus passes threshold, the voltage gated sodium channels open for a fraction of a second. Okay, so when a stimulus reaches a membrane, if it is a threshold level stimulus, that results opening of voltage gated sodium channels present on the membrane.
It's only for a fraction of second, 0.5 millisecond. If the stimulus is adequate, if the impulse is stimulus impulse that impulse is adequate, okay, if the stimulus is threshold level stimulus or more than the threshold level stimulus, liminal stimulus നമ്മൾ വിളിക്കും, അതിന് താഴെയുള്ള വരുന്നതിനെ നമ്മൾ subliminal stimulus എന്നാണ് വിളിക്കുക. So the stimulus is threshold level stimulus. What will happen? That cause opening of voltage gated sodium ion channel. So that particular voltage that is generated by this threshold level stimulus, that voltage causes opening of some voltage gated sodium ion channel. It's only for a fraction of second. Then what will happen? The sodium ion, immediately after that, this sodium ion rush into the cell. This causes sodium ions to rush in, making the inside of the cell more positive. നമുക്ക് നോർമലി അറിയാം, പൊട്ടാസ്യം പുറത്തേക്ക് പോകുന്നുണ്ട്, സോഡിയം അകത്തേക്ക് വരുന്നുണ്ട്, പക്ഷേ ലീക്കേജ് ചാനൽ വഴിയായിട്ട്. പക്ഷേ ആ മൂവ്മെൻറ്റ് വളരെ സ്ലോ ഇതാണ്, നെഗറ്റീവ് ചാർജ് കൊടുക്കുള്ളൂ. കാരണം എന്താ, ദ മെംബ്രെയിൻ കണ്ടെയ്ൻ മോർ എമൗണ്ട് ഓഫ് പൊട്ടാസ്യം ചാനൽസ് ദാൻ സോഡിയം ചാനൽ. സോഡിയം ലീക്കേജ് ചാനൽ വളരെ കുറവാണ്. അപ്പോൾ ആ ഒരു ചേഞ്ച് മാറ്റുന്നുണ്ടെങ്കിൽ സോഡിയത്തിൻ്റെ ചാനലുകൾ കൂട്ടണം, പക്ഷേ ലീക്കേജ് ചാനൽ ഇല്ല. ലീക്കേജ് ചാനൽ കമ്പയർ ചെയ്യുമ്പോൾ പൊട്ടാസ്യം തന്നെ കൂടുതൽ. അപ്പോൾ അഡീഷണൽ ചാനലുകൾ ഓപ്പൺ ആക്കിയിട്ട് മാക്സിമം സോഡിയം ഉള്ളിലേക്ക് വന്നാലേ ആ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ കൗണ്ടർ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് വോൾട്ടേജ് ഗേറ്റഡ് അയോൺ ചാനൽ. ഇഷ്ടം പോലെ മെംബ്രെയിനിലുണ്ട്. ആ വോൾട്ടേജ് ഗേറ്റഡ് ചാനൽ നോർമലി അതെന്താണ്, ക്ലോസ്ഡ് ആണ്. അത് ഓപ്പൺ ആക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഹൈ വോൾട്ടേജ് വരണം. ആ വോൾട്ടേജ് വരുന്നതാണ് ആക്ഷൻ പൊട്ടൻഷ്യൽ. ആക്ഷൻ പൊട്ടൻഷ്യൽ വരണമെന്നുണ്ടെങ്കിൽ സ്റ്റിമുലസ് ത്രെഷോൾഡ് ലെവൽ സ്റ്റിമുലസ് വരണം. ഓക്കെ, സോ ദ ത്രെഷോൾഡ് ലെവൽ സ്റ്റിമുലസ് കോസസ് ഓപ്പണിംഗ് ഓഫ് സോഡിയം അയോൺ ചാനൽസ്. ഓക്കെ, more amount of sodium ion channels are open. This causes sodium ions rush into the cell, making the inside of the cell more positive. സോഡിയം അയോൺ അല്ല വരുന്നത് അവിടെ. പൊട്ടാസ്യം അയോണിൻ്റെ വോൾട്ടേജ് ഗേറ്റഡ് അയോൺ ചാനൽ ഓപ്പൺ അല്ല. പൊട്ടാസ്യം പുറത്തേക്ക് പോകുന്ന ആളാണ്, അവിടെ ഓപ്പൺ ഒന്നല്ല. പൊട്ടാസ്യം ലീക്കേജ് ചാനലുണ്ട്, പക്ഷെ അതിനേക്കാളൊക്കെ എത്രയോ സോഡിയം വോൾട്ടേജ് ഗേറ്റഡ്. ലീക്കേജ് ചാനൽ സോഡിയം കുറവാണ്, മറക്കരുത്. വോൾട്ടേജ് ഗേറ്റഡ് സോഡിയം അയോൺ ചാനൽ വളരെ ഫാസ്റ്റായിട്ട് ഓപ്പൺ ആവുന്നു, only for a 0.5 millisecond. This causes sodium ions to rush in, making the inside of the cell more positive. Clear? So this phase is referred to as a depolarization, since the normal voltage polarity is reversed. Okay, normal voltage polarity is reversed. So this phase is referred to as depolarization. ഒരു നോർമലി ഉള്ള കണ്ടീഷൻ, നെഗറ്റീവ് പൊട്ടൻഷ്യലായിട്ടിരിക്കുന്ന ആ കണ്ടീഷനെ വിത്ത് ദ ഹെൽപ്പ് ഓഫ് നെഗറ്റീവ്ലി ചാർജ്ഡ് ലാർജ് ബിഗ് മോളിക്യൂൾസ് ആൻഡ് സോഡിയം പൊട്ടാസ്യം ലീക്കേജ് ചാനൽ, സോഡിയം പൊട്ടാസ്യം പമ്പ്, ഈ മൂന്ന് വഴിയായിട്ട് നോർമലി അവിടെ ഒരു നെഗറ്റീവ് പൊളാരിറ്റി ഉണ്ട്, -90 millivolt തിയറിറ്റിക്കലി. ആ -90 millivoltനെ വിളിക്കുന്ന ആ ഒരു സ്റ്റേജാണ് പോളറൈസ്ഡ് സ്റ്റേറ്റ് എന്ന് വിചാരിക്കുക. പോളറൈസ്ഡ് സ്റ്റേറ്റ്, റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ. അതിന്ന് വ്യത്യസ്തമായിട്ട് വോൾട്ടേജ് ഗേറ്റഡ് സോഡിയം അയോൺ ചാനൽ ഓപ്പൺ ചെയ്തപ്പോൾ മാക്സിമം സോഡിയം എൻറ്റർ ചെയ്തു. ഓക്കെ, അപ്പോൾ കണ്ടീഷൻ ചേഞ്ച് ചെയ്തു, റിവേഴ്സ് ചെയ്തു. അവിടെ പോളറൈസ്ഡ് കണ്ടീഷൻ തന്നെ വേറൊരു നെഗറ്റീവ്ലി പോളറൈസ്ഡ് കണ്ടീഷൻ ഇപ്പോൾ എന്തായിട്ട് മാറി, പോസിറ്റീവ്ലി പോളറൈസ്ഡ് കണ്ടീഷനായിട്ട് മാറി. നെഗറ്റീവ്ലി പോളറൈസ്ഡ് കണ്ടീഷൻ ഇപ്പോൾ പോസിറ്റീവ്ലി പോളറൈസ്ഡ് കണ്ടീഷനായിട്ട് മാറി. സോ this phase is referred to as depolarization, since the normal voltage polarity is reversed. In next word ആണ് repolarization. അതിങ്ങനെ ഒരുപാട് നേരത്തേക്ക് നിൽക്കുന്നില്ല. This is only for just for a 0.5 millisecond. After that, what will happen? Immediately after the depolarization, the depolarized region causes sodium channels to close. All the sodium channels are closed. Immediately all the sodium channels are closed. Voltage gated sodium channels are closed. As a result, potassium channels open for 0.5 millisecond. Okay, 0.5 another 0.5 millisecond potassium channel പെട്ടെന്ന് ഓപ്പൺ ആവും. ഓക്കെ, ലീക്കേജ് ചാനൽ അല്ലാത്ത അഡീഷണൽ പൊട്ടാസ്യം ചാനൽ മാക്സിമം ഓപ്പൺ ആവും. സോ കോസിങ് പൊട്ടാസ്യം അയോൺസ് ടു റഷ് ഔട്ട്.
making the inside more negative again. Okay, so as a result, the potassium channels open for 0.5 millisecond, causing potassium ions to rush out, making the inside more negative again. അപ്പോൾ സോഡിയം ഒരു 0.5 മില്ലി സെക്കൻഡിന് മാത്രമേ നിന്നുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞ ഉടനെ തന്നെ പൊട്ടാസ്യം എന്ത് സംഭവിച്ചു? പൊട്ടാസ്യം ചാനൽ ഓപ്പണായി, പൊട്ടാസ്യം വീണ്ടും പുറത്തേക്ക് പോയി. പൊട്ടാസ്യം പുറത്തേക്ക് പോകുമ്പോൾ എപ്പോഴും എന്താ, നെഗറ്റീവ് ചാർജ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഇത് ലാർജ് എമൗണ്ട് പൊട്ടാസ്യം ഓൾറെഡി ലീക്കേജ് ചാനൽ വഴിയായിട്ട് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ സോഡിയം സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് തന്നെ പൊട്ടാസ്യം പുറത്തേക്ക് കൂടുതലായിട്ട് പോയിക്കൊണ്ടിരിക്കും. സിൻസ് ദിസ് റിസ്റ്റോർസ് ദി ഒറിജിനൽ പൊളാരിറ്റി. Okay, since this restores the original polarity, it is called repolarization. So first stage polarized, second depolarized, again it reverses its polarity. That condition is called repolarization. ഇനി ഒരു വേർഡും കൂടി പഠിക്കാം, hyperpolarization. What do you mean by hyperpolarization? A slight overshoot in the movement of potassium ion. That is called hyperpolarized. So normally അത് -90 അതെന്ന് പറയുന്ന കണ്ടീഷനിൽ നിൽക്കുന്ന കറക്റ്റ് എത്താതെ കുറച്ച് കൂടുതലായിട്ട് പൊട്ടാസ്യം പുറത്തേക്ക് പോകും. അപ്പോൾ കുറച്ചുകൂടി കൂടുതൽ നെഗറ്റീവ് ചാർജ് ക്രിയേറ്റ് ചെയ്യും. അതിനെ വിളിക്കുന്ന കണ്ടീഷനാണ് ഹൈപ്പർ പോളറൈസേഷൻ. എ സ്ലൈറ്റ് ഓവർ ഷൂട്ട് ഇൻ ദ മൂവ്മെൻറ്റ് ഓഫ് പൊട്ടാസ്യം അയോൺസ് ഈസ് കോൾഡ് ഹൈപ്പർ പോളറൈസേഷൻ. ഓക്കെ, സോ ഡീപോളറൈസ്ഡ് സ്റ്റേറ്റ് ആണ് നോർമലി പോളറൈസ്ഡ് സ്റ്റേറ്റ് നോർമലി നെഗറ്റീവ് ചാർജ്. ദെൻ ആ നെഗറ്റീവ് ചാർജ് റിവേഴ്സൽ ഉണ്ടാകുമ്പോൾ ഡീപോളറൈസ്ഡ് സ്റ്റേറ്റ് സോഡിയം അയോൺ എൻ്റർ ചെയ്തിട്ട് പിന്നെ അത് ഒരു ഓവർഷൂട്ട് പൊട്ടാസ്യം പുറത്തേക്ക് പോകുന്ന സമയത്ത് റീപോളറൈസേഷൻ, പൊട്ടാസ്യം മാക്സിമം വേണ്ടതിനേക്കാൾ കൂടുതൽ പുറത്തേക്ക് പോകുമ്പോൾ ദാറ്റ് റിസൾട്ട്സ് ഹൈപ്പർ പോളറൈസേഷൻ. സ്ലൈറ്റ് ഓവർഷൂട്ട് ഇൻ ദ മൂവ്മെൻറ്റ് ഓഫ് പൊട്ടാസ്യം അയോൺസ് റിസൾട്ട് ഹൈപ്പർ പോളറൈസേഷൻ. നെക്സ്റ്റ് വേർഡ് ഈസ് ത്രെഷോൾഡ് സ്റ്റിമുലസ് ആൻഡ് പൊട്ടൻഷ്യൽ. വാട്ട് യു മീൻ ബൈ ത്രെഷോൾഡ് സ്റ്റിമുലസ് ആൻഡ് പൊട്ടൻഷ്യൽ? ദ മിനിമം, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്, ദ മിനിമം സ്റ്റിമുലസ് needed to achieve an action potential is called threshold stimulus. Okay, a stimulus just adequate to cause an impulse is called threshold level stimulus. Okay, so if the stimulus is less than this threshold level, that will never generate an action potential. That stimulus is called subliminal level. Liminal എന്ന് വിളിക്കാറുണ്ട്. subliminal എന്ന് പറഞ്ഞാൽ സബ് ത്രെഷോൾഡിനേക്കാൾ കുറവ് വരുന്നതാണ്. Okay, so a stimulus just adequate to cause an impulse is called threshold stimulus. This occurs when the number of Na plus ions entering the fiber becomes greater than the number of K plus ions leaving the fiber. Okay, number of Na plus ion entering the fiber becomes greater than the number of K plus ion leaving the fiber. ഇപ്പോൾ സോഡിയം അയോൺ ചാനൽ, ഇപ്പോൾ ഒരു സ്റ്റിമുലസ് വന്നു, സോഡിയം അയോൺ ചാനൽ ഓപ്പണായി. പക്ഷേ ഇവിടെ ഓൾറെഡി നമുക്കറിയാം ലീക്കേജ് ചാനൽ വഴിയായിട്ട് 35-10 ആ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ മാക്സിമം പൊട്ടാസ്യം പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ കൗണ്ടർ ചെയ്ത് സോഡിയം ഉള്ളിലേക്ക് വരുന്നത് ആ പുറത്തേക്ക് പോകുന്ന പൊട്ടാസ്യത്തിൻ്റെ അത്ര ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ റിവേഴ്സൽ നടക്കില്ലല്ലോ, പൊളാരിറ്റി ചേഞ്ച് ചെയ്യില്ലല്ലോ. അപ്പോൾ പുറത്തേക്ക് പോകുന്ന പൊട്ടാസ്യത്തിനേക്കാൾ കൂടുതൽ സോഡിയം ഉള്ളിലേക്ക് എൻ്റർ ചെയ്താൽ മാത്രമേ ഇവിടെ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ആ വരുന്ന സ്റ്റിമുലസിന് പുറത്തേക്ക് പോകുന്ന സോഡിയത്തിനേക്കാൾ കൂടുതൽ പുറത്തേക്ക് പോകുന്ന പൊട്ടാസ്യത്തിനേക്കാൾ കൂടുതൽ സോഡിയത്തിനെ ഉള്ളിലേക്ക് കയറ്റി വിടുന്നതിനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടാവണം. അതില്ല എന്നുണ്ടെങ്കിൽ ആ സ്റ്റിമുലസ് കൊണ്ട് കാര്യമൊന്നുമില്ല. അതൊന്നും എന്തുണ്ടാക്കാൻ പറ്റില്ല, ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാക്കാൻ പറ്റില്ല. ഓക്കെ, സോ ഇതാണ് നമുക്ക് ഫസ്റ്റ് ഉള്ളത്. സോ ഇവിടെ threshold stimulus and potential stimulus, a sudden rise in membrane potential of 15 to 30 millivolt usually is required to reach this threshold. Okay, so normally -90 millivolt നിന്ന് -65 millivolt ആയിട്ട് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ we can say an action potential is generated. Okay, ഇനി ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്ത് പിന്നീടാണ് അത് പോസിറ്റീവിലേക്ക് പോകുന്നുണ്ട്. സോ ദിസ് ലെവൽ ഓഫ് മെമ്പറൈൻ പൊട്ടൻഷ്യൽ ഇസ് ദ ഫയറിംഗ് ലെവൽ ഓർ ത്രെഷോൾഡ് ഓഫ് ന്യൂറോൺസ്. ഓക്കെ, ദിസ് ലെവൽ ഓഫ് മെമ്പറൈൻ പൊട്ടൻഷ്യൽ -60 millivoltനെ വിളിക്കുന്ന പേരാണ് ഫയറിംഗ് ലെവൽ ഓർ ത്രെഷോൾഡ് ഓഫ് ന്യൂറോൺസ്. അപ്പോൾ ഈ ആദ്യമായിട്ട് വരുന്ന ത്രെഷോൾഡിന് -90 നിന്ന് -65 -60 ഒക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ, ഓക്കെ, -90 നിന്ന് -65 -60 ആയിട്ട് ഓൾമോസ്റ്റ് കൺവേർട്ട് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യുള്ളൂ. എന്നാലേ ഈ പറഞ്ഞ ഡീപോളറൈസേഷനൊക്കെ നടക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു പൊട്ടൻഷ്യൽ, ആ ഒരു സ്റ്റിമുലസിനെ വിളിക്കുന്ന പേരാണ് ത്രെഷോൾഡ് ലെവൽ സ്റ്റിമുലസ്. ഓക്കെ,
Compared to other excitable cells, neurons have low threshold for excitation. Compared to other excitable cell, like muscle cell and some other cells. ഒക്കെ നോർമലി എല്ലാ സെല്ലിനും ഈ ഒരു എക്സൈറ്റേഷൻ പ്രോപ്പർട്ടി ഉണ്ട്. പക്ഷേ ന്യൂറോണിൽ മാത്രമേ പ്രോപ്പറായിട്ട് എക്സൈറ്റേഷൻ നടക്കുന്നുള്ളൂ. കാരണം എന്താ? കമ്പയർഡ് ടു അതർ എക്സൈറ്റബിൾ സെൽ, ന്യൂറോൺസ് ഹാവ് ലോ ത്രഷോൾഡ് ഫോർ എക്സൈറ്റേഷൻ. എക്സൈറ്റേഷന് ഇത്രയും കുറഞ്ഞ ചേഞ്ച്, ഒരു 15 മില്ലി വോൾട്ടിൻ്റെ ചേഞ്ച് ഉണ്ടാക്കിയാൽ മതി. പക്ഷേ മറ്റേ സെല്ലുകൾ കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ത്രഷോൾഡ് ലെവൽ വളരെ ഹൈ ആണ്. ത്രഷോൾഡ് ലെവൽ സ്റ്റിമുലസ് വളരെ ഹൈ ലെവൽ ലെവൽ സ്റ്റിമുലസ് വേണം. അതുകൊണ്ട് അതിനെ എക്സൈറ്റ് ചെയ്യാൻ വളരെ പാടാണ്. അതുകൊണ്ടാണ് ന്യൂറോൺ വളരെ ഈസി ആയിട്ട് എക്സൈറ്റ് ചെയ്യുന്നതും ഈ പറഞ്ഞ റിയാക്ഷനൊക്കെ നടക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് എടുക്കാനുള്ളത് പ്രൊപ്പോഗേഷൻ ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യലാണ്. നമുക്കത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം.